പ്രിയ സുഹൃത്തുക്കൾക്ക് സ്വാഗതം. ഞാൻ ഒരു പുതിയ വീഡിയോയിലേക്കാണ് പോകുന്നത്. ഇത് മരുഭൂമി സമാനമായ ഒരു പ്രദേശമാണ്. ഇത് ദുബായിൽ നിന്നും അലൈനിലേക്ക് പോകുന്ന ഒരു പ്രദേശമാണ്. അൽ ഖുദ്രീസ് എന്ന് പറയപ്പെടുന്ന സ്ഥലത്തിന് ഏകദേശം അടുത്തായി സ്ഥിതി ചെയ്യുന്ന ലവ് ലേക്ക് എന്ന പ്രദേശമാണ്. ലവ് ചിഹ്നം ആകൃതിയിൽ ഇവിടെ ഒരു തടാകം മനുഷ്യനിർമ്മിതമായി സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരുപാട് വിസ്താരത്തിൽ കിടക്കുന്ന തടാകമാണ്. ഏകദേശം കിലോമീറ്ററോളം ഇതിൻ്റെ വിസ്തൃതി ഉണ്ട്. ഈ പ്രദേശത്തേക്ക് പോകുന്ന ഏരിയയാണ് ശരിക്കും മണൽ വിരിച്ച ഡെസർട്ട് ഏരിയ പോലെ തന്നെ തോന്നുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ ടാർ ചെയ്തിട്ടില്ല. ടാറിന് പകരം ശരിക്കും മണൽ റോഡ് തന്നെയാണ് ഇത്. വേറെ വീടുകളോ സ്ഥാപനങ്ങളോ ഒന്നും ഈ പ്രദേശത്തില്ല. ശരിക്കും വിജനമായ ഒരു മരുപ്രദേശം, മരുഭൂമി തന്നെയാണ്. പക്ഷേ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും എല്ലാം കൃത്യമായി കിട്ടുന്നുണ്ട്. ഇവിടെ വലിയ വലിയ ടവറുകൾ, ഇലക്ട്രിക്കൽ ടവറുകൾ അവിടെ ഇവിടെ നിൽക്കുന്നുണ്ട്. വൈദ്യുതി കൊണ്ടുപോകുന്ന ടവറുകളാണ്. നമ്മുടെ നാട്ടിലെ പള്ളിവാസൽ പോലുള്ള ഒരു ടവറിംഗ് സിസ്റ്റമാണ് ഇവിടെ കാണുന്നത്. ഏകദേശം വളരെ വലുപ്പത്തിലുള്ള ടവറുകളും മാത്രമേ ഉള്ളൂ. പിന്നെ കുറ്റിച്ചെടികൾ വളരുന്നു. ഇവിടുത്തെ പ്രത്യേകതരം മാനും അതുപോലെ നമ്മളുടെ കാളയുടെ രൂപത്തിലുള്ള വെള്ളമാനും, ശരിക്കും അതിൻ്റെ പേര് എനിക്ക് ഓർക്കുന്നില്ല, അറിയാമെന്നുള്ളവർ കമൻറ്റ് ചെയ്യുക. മരുഭൂമിയിൽ ഈ പാറയുടെ പ്രദേശങ്ങളിലും മരുഭൂമിയിൽ കാണപ്പെടുന്ന ഒരു ടൈപ്പ് മ്ലാവെന്ന് പറയാനും പറ്റില്ല, വലിയൊരു കൃഷ്ണമൃഗം പോലെയുള്ള ഒരു വലിയൊരു മാൻ ജനുസിൽപ്പെട്ട ഒരു മൃഗമാണ്. അതുപോലെ തന്നെ ഇവിടെ കുറുക്കന്മാരും മുയലും പിന്നെ ചെറിയ ചെറിയ ജീവികളും ഉണ്ട്. പിന്നെ മണലിൽ ഉള്ള സാൻഡ് വൈപ്പർ പോലുള്ള വൈപ്പറുണ്ട്. നല്ല രീതിയിൽ കൃത്യമായിട്ട് രൂപപ്പെടുത്തിയ ഒരു പ്രദേശമാണ്. മനുഷ്യനിർമ്മിതമാണെന്ന് തന്നെ തോന്നില്ല. അത്രയ്ക്ക് വളരെ ഭംഗിയായിട്ട് കാണാൻ കഴിയും. ഞങ്ങൾ വൈകുന്നേരം നേരത്തെ പോകാമെന്ന് വിചാരിച്ച് പോയപ്പോൾ അവിടെ ഇരുട്ടായി തുടങ്ങി. സന്ധ്യയായി. സന്ധ്യ കഴിഞ്ഞ് നല്ല ഇരുട്ടാണ്. ഇത് ലവ് ലേക്കിൻ്റെ ഒരു പ്രദേശമാണ്. ഇരട്ടത്തെ ചിത്രീകരിക്കേണ്ടി വന്നതിൽ ഖേദിക്കുന്നു. എന്നാലും അവിടെ പോയ രീതിക്ക് ഒരു ചിത്രീകരണം നടത്തി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ഒരിക്കൽ കൂടി അവസരം കിട്ടുകയാണെങ്കിൽ ഈ ലവ് ലേക്കിനെ പറ്റി കൂടുതൽ നല്ല രീതിയിൽ വിവരിക്കുന്ന ഒരു വീഡിയോ പകൽ തന്നെ ചിത്രീകരിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നു. വളരെ ഇരുട്ടി. എത്തിയത് തന്നെ ഞങ്ങളൊരു 6 മണിക്കാണ്. ഏതായാലും വളരെ രീതിയിൽ ഇരുട്ടിപ്പോയി. പിന്നെ ഇവിടെ ഞങ്ങളൊരു ഗ്രിൽഡ് ചിക്കൻ തയ്യാറാക്കി. ഹാൾട്ടിങ് ഏരിയയാണ്. ഒരുപാട് ഫാമിലീസ് വന്ന് ഇവിടെ ഹാൾട്ട് ചെയ്യുന്നുണ്ട്. അവർ ഇതുപോലെ ഗ്രിൽ അടുപ്പും മറ്റുള്ള കഴിക്കുന്ന വസ്തുക്കളും ചിക്കൻ, മട്ടൺ, ബീഫ് എന്നിവ കൊണ്ടുവന്ന് ഗ്രില്ല് ചെയ്ത് അത് ആണ് ഈ ക്യാമ്പിങ്ങിന് ഉപയോഗിക്കുന്നത്. ഞങ്ങൾ ഇവിടെ നിന്നും ക്യാമ്പിങ്ങിന് ആവശ്യമായ സാധനങ്ങളെല്ലാമായിട്ടാണ് പോയത്. പക്ഷേ നല്ല രീതിയിൽ തണുപ്പാണ് അനുഭവപ്പെട്ടത്. വളരെ വിജനമായ പ്രദേശം, വെളിച്ചമില്ല. നമ്മൾ കൊണ്ടുപോയ ബാറ്ററി ലൈറ്റാണ് ഉപയോഗിച്ചത്, ചാർജിങ് ലൈറ്റ്. അതിൻ്റെ പ്രകാശത്തിൽ മാത്രമേ ഉള്ളൂ. എല്ലായിടത്തും ഒരുപാട് ജനങ്ങളുണ്ട്. ഇഷ്ടം പോലെ. ആർക്കും ശല്യമില്ലാതെ അവരുടെ രീതിയിൽ പാചകം ചെയ്യുകയും കഴിക്കുകയും
ചെയ്യുന്ന നല്ലൊരു സംവിധാനം ഉള്ള ഒരു പ്രദേശമാണ്. ഇവിടെ ഹാൾട്ട് ചെയ്യാനും ഒരു ശല്യം ആരിൽ നിന്നും ഉണ്ടാവുന്നില്ല. നല്ലൊരു പ്രദേശമാണ്. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ദുബായിലേക്ക് വരുമ്പോൾ ഈ ഒരു പ്രദേശം കൂടി കവർ ചെയ്യാൻ മറക്കരുത്. അത്രയ്ക്ക് നല്ല ഒരു പ്രദേശമാണ്. പകലായി ചിത്രീകരിച്ചിരുന്നുവെങ്കിൽ നല്ല വിഷ്വൽ നിങ്ങൾക്ക് എത്തിക്കാൻ കഴിയും. ഇവിടെ അരയന്നങ്ങളും ഫ്ലമിംഗോ പക്ഷികളും ഇഷ്ടം പോലെ ഉള്ള ഒരു പ്രദേശമാണ്. അതൊന്നും രാത്രി കാണാൻ കഴിയില്ല. ഒന്ന് ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട്. അതുപോലെ അത്രയ്ക്ക് വിപുലമായി എടുക്കാൻ പറ്റുന്ന ഒരു ക്യാമറ സംവിധാനവും അല്ല. ആയതിനാൽ വെളിച്ചത്തിൻ്റെ ചെറിയ രീതിയിലുള്ള ഒരു ചിത്രീകരണമാണ് ഇവിടെ നടത്തിയത്. ഞങ്ങൾ ചിക്കൻ ഇവിടെ ഗ്രില്ല് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നല്ല രീതിയിൽ തന്നെ ഗ്രില്ല് ചെയ്യാൻ കഴിയുന്നു. അതിനുള്ള സംവിധാനങ്ങളുമായിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോയത്. വൺ ഡേ ഹാൾട്ടിങ് എന്നുള്ള രീതിയിൽ രാത്രി പോയിട്ട് പകല് വരാമെന്നുള്ള സംവിധാനത്തിലായിരുന്നു. പക്ഷേ തണുപ്പിൻ്റെ കാഠിന്യം കൊണ്ട് അതിന് കഴിഞ്ഞില്ല. എന്നാലും നല്ലൊരു അനുഭവം നമുക്ക് ലഭിക്കുകയുണ്ടായി. ഇതൊക്കെ ഒരു പ്രത്യേക അനുഭവമാണ്. നല്ലൊരു ക്യാമ്പിംഗ് അനുഭവപ്പെട്ടു. നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനത്തെ ഒരു ക്യാമ്പിംഗ് സംവിധാനം ഉണ്ടാക്കിയാൽ തന്നെ അവിടെ വളരെ പ്രശ്നങ്ങളുണ്ടാക്കുന്ന ആൾക്കാരും മറ്റു സാമൂഹിക ദ്രോഹികളുടെയും വിളയാട്ടമായിരിക്കും. ഇവിടെ അത്തരത്തിലുള്ള ഒരു ശല്യവുമില്ല. വളരെ സേഫ് ആണ്. സെക്യൂരിറ്റി സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ആരെയും ശല്യപ്പെടുത്തുന്ന രീതിയിൽ സെക്യൂരിറ്റിയോ കാര്യങ്ങളൊന്നുമില്ല. വളരെ കെയറിങ് നൽകുന്നുണ്ട് അവർ. പക്ഷെ ആരും തന്നെ സെക്യൂരിറ്റിയെ കാണാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അത്രയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു സംവിധാനം അവർ ഒരുക്കുന്നുണ്ട്. കഴിക്കുന്ന ഭാഗത്തിരിക്കുന്ന കഴിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള വേസ്റ്റും കാര്യങ്ങളും അപ്പോൾ തന്നെ നീക്കി അതിന് ഡസ്റ്റ്ബിന്നും കാര്യങ്ങളും ഉണ്ട്. വരുന്നവർ തന്നെ ഇത് ചെയ്ത് അതിനെ ഒരു മാതൃകയാക്കി കൊടുക്കുകയുണ്ട്. വളരെ വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കപ്പെടുന്നു ഈ പ്രദേശം. നല്ല രീതിയിലുള്ള ഒരു അനുഭവം സമ്മാനിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ക്യാമ്പിങ്ങിലൂടെ. വെളിച്ചമുള്ള സമയമായിരുന്നെങ്കിൽ കുറേ കൂടെ നല്ല രീതിയിൽ നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോ എത്തിക്കാൻ സാധിച്ചേനെ. എന്നാലും ഇത്രയും ഞാൻ ചെയ്തു. നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം. ഈ വീഡിയോയ്ക്ക് നിങ്ങളുടെ ഒരു ചെറിയ ലൈക്കും സബ്സ്ക്രിപ്ഷനും നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നന്ദി, നമസ്കാരം. വീണ്ടും കാണുന്നവരെ.